ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സോടുകൂടി നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യാൻ പോവാണ്. ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വലുതെ വരുന്ന റീഡിംഗ് ആണ്. ഫുൾ മൂണിന് ശേഷം നിങ്ങളുടെ പേഴ്സണിന് വന്നിട്ടുള്ള മാറ്റമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. എന്താണ് അവർക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. കാർഡ് ഷഫിൾ ചെയ്യാൻ പോവാണ്. ആദ്യം ഓറക്കിൾ ഡെക്കാണ് നോക്കുന്നേ, ശേഷമാണ് നമ്മൾ ടാറോ കാർഡ് നോക്കുന്നത്. കാർഡ് വീണ് കഴിഞ്ഞു. മേക്കിംഗ് മാജിക്. ഫുൾ മൂണിന് ശേഷം ഒരു മാജിക് സംഭവിക്കാൻ പോവാണ്. എല്ലാ കാർഡും എടുത്തതിന് ശേഷം നമുക്ക് മീനിങ്സിലേക്ക് പോവാം. ബേബി സ്റ്റെപ്സ്, ഹാർമണി, ട്രൂ acceptance, perfect moves, stay strong, ever after, hidden desires, hurt strings, the future. ഇത്രയും മതിയില്ലേ? ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളായിട്ടാണ് ഇവിടെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. ഈ ഏപ്രിൽ മാസം നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ, ഫുൾ മൂണിന് ശേഷം നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഓറക്കിൾ ഡെക്കിലൂടെ നോക്കുകയാണ്. പേഴ്സന്റെ തിരിച്ചുവരവ്, അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാം. ആദ്യത്തെ കാർഡ് നമുക്ക് നോക്കാം. മേക്കിംഗ് മാജിക്. എവറിത്തിങ് സീംസ് പെർഫെക്റ്റ് ആൻഡ് ഇറ്റ്സ് നോട്ട് ആൻ ഇല്യൂഷൻ. എല്ലാം പൂർണ്ണമാണ് എന്ന് പറയാണ്, മിഥ്യയല്ല എന്ന് പറയാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യത്തെ യൂണിവേഴ്സ് ഇവിടെ പറഞ്ഞു തരികയാണ്. നിങ്ങൾ യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. ബിലീവ് ഇൻ ലവ്. നിങ്ങളുടെ സ്നേഹത്തിൽ നിങ്ങൾ വിശ്വസിക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ വിശ്വസിക്കുക. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ കാര്യത്തെ അത്രമേൽ ആഗ്രഹത്തോടു കൂടിയിട്ട് യൂണിവേഴ്സിൽ സമർപ്പിക്കുക. ട്രസ്റ്റ് ആണ് വേണ്ടത്. വിശ്വാസം ഇല്ലെങ്കിൽ ഒന്നും സാധിക്കില്ല. യൂണിവേഴ്സിലാണ് ട്രസ്റ്റ് ചെയ്യേണ്ടത് എന്ന് യൂണിവേഴ്സ് പറയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ മാജിക് സംഭവിക്കാൻ പോവാണ്. നടക്കില്ല എന്ന് വിചാരിച്ച കാര്യത്തിലാണ് യൂണിവേഴ്സ് ഇവിടെ സാധ്യതയായിട്ട് പറയുന്നത്. മാജിക് സംഭവിക്കാൻ പോവാന്ന് പറയുന്നത്. പൂർണ്ണമായിട്ടും ആരെ വിശ്വസിക്കേണ്ടേ? യൂണിവേഴ്സിൽ. ബേബി സ്റ്റെപ്സ്. ടേക്ക് യുവർ ടൈം ആൻഡ് ബിൽഡ് യുവർ ലവ് സ്ലോലി വിത്ത് കെയർ. നിങ്ങളുടെ സമയം എടുത്തിട്ട് പതുക്കെ പതുക്കെ ഇവിടെ സ്നേഹത്തെ വളർത്തിയെടുക്കാനാണ് പറയുന്നത്. സ്നേഹത്തെ വളർത്തിയെടുക്കുക എന്ന് പറയുമ്പോൾ, ബേബി സ്റ്റെപ്പ് വെക്കുക എന്ന് പറയുമ്പോൾ പിച്ച് വെച്ച് തുടങ്ങുക. നിങ്ങളുടെ ബന്ധത്തിൽ ഒരു എൻഡിങ് സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളും അവരും സെപ്പറേഷനിൽ വന്നിട്ടുണ്ട്. പുതുതായി തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ആ ബന്ധത്തെ പരിപാലിച്ചു കൊണ്ട് വേണം പോവാനായിട്ട്. പതുക്കെ പതുക്കെ വേണം. അത് അത്രമേൽ ആഗ്രഹത്തോടു കൂടി യൂണിവേഴ്സൽ ട്രസ്റ്റ് ചെയ്തുകൊണ്ടാകുമ്പോൾ അതിന്റെ വളർച്ചയാണ് കാണിക്കുന്നത്. ഒരു കുഞ്ഞ് എങ്ങനെ സ്റ്റെപ്പ് വെച്ച് തുടങ്ങുന്നു അതുപോലെയാണ് നിങ്ങളുടെ ബന്ധത്തില് ഇനിയൊരു തുടക്കമായിട്ട് വരുന്നത്. നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് അത് സുരക്ഷിതമായിട്ട് വരുന്നത്. പൂർണ്ണമായിട്ടും നിങ്ങൾ എന്ന വ്യക്തിയെ സ്നേഹിച്ചുകൊണ്ട് വേണം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ എന്ന് യൂണിവേഴ്സ് പറയുന്നു. എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ കാര്യത്തിലേക്ക് തുടക്കമാണ് കാണിക്കുന്നത്. യൂണിവേഴ്സ് നിങ്ങളെ ഒരു കുഞ്ഞിനെ പരിപാലിക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തെ കാണുകയാണ്. ഇവിടെ
പലപ്പോഴായി നമ്മൾ തോറ്റുപോവാം. നമ്മൾ തോറ്റുപോകുമ്പോൾ, നമ്മളൊന്ന് വീണു പോകുമ്പോൾ ആരാണ് നമ്മളെ കൈപിടിച്ചുയർത്തുക? നമ്മുടെ മാതാപിതാക്കളാണ്. അത് തന്നെയാണ് യൂണിവേഴ്സ് നമ്മളിലേക്ക് തരുന്നത്. പല സന്ദർഭങ്ങളിലായിട്ട്, സമയമായിട്ട് നമ്മൾ തളർന്നു പോയിട്ടുണ്ട്, തോറ്റു പോയിട്ടുണ്ട്. മറ്റുള്ളവർ നമ്മളെ ആക്ഷേപിച്ചിട്ടുണ്ട്, വിഷമിപ്പിച്ചിട്ടുണ്ട്, വേദനിപ്പിച്ചിട്ടുണ്ട്. ഇവിടെയെല്ലാം നമ്മുടെ കൈ പിടിച്ചുയർത്തുന്നത്, നമുക്ക് സമാധാനം തരുന്നത് ആരാണ്? പ്രപഞ്ചമാണ് എന്നുള്ള യാഥാർത്ഥ്യമാണ് നിങ്ങളിലേക്ക് യൂണിവേഴ്സ് തരുന്നത്. അപ്പൊ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് യൂണിവേഴ്സിൽ സമർപ്പിക്കുകയാണെങ്കിൽ എന്താണ് ഉണ്ടാവുന്നത്? നമ്മളിലെ ഹാർമണിയാണ്, നമ്മൾ ആഗ്രഹിച്ച ജീവിതമാണെന്ന് യൂണിവേഴ്സ് പറയുന്നു. ബീയിങ് ഇൻ ട്യൂൺ വിത്ത് ഈച്ച് അതർ ആൻഡ് ഗെറ്റിംഗ് എലോങ്. ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് എന്താണ്? നിങ്ങളുടെ പേഴ്സണലുമായിട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് നിങ്ങൾ തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പൊ പരസ്പരം ഇണങ്ങിച്ചേരുക, ഒത്തുചേരുക എന്നാണ് പറയുന്നത്. അത് ലോങ് ടൈം ആയിട്ട്. ഇവിടെ സ്നേഹം എന്ന് പറയുന്നത് ഒരാൾക്ക് നഷ്ടപ്പെട്ടു പോയൊരു കാര്യമാണ്. ആ നഷ്ടത്തെ നികത്തുവാനായിട്ട് ആ പേഴ്സൺ തിരിച്ചു വരുമ്പോൾ, നഷ്ടം നികത്തുവാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി തിരിച്ചു വരുമ്പോൾ പരസ്പരം ഇണങ്ങിച്ചേർന്നുകൊണ്ട്, ഒത്തുചേർന്നുകൊണ്ട് മുന്നോട്ട് പോവുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ ഹാർമണി തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ആരിൽ വിശ്വസിക്കാം? യൂണിവേഴ്സിൽ വിശ്വസിക്കാം. ട്രൂ ആക്സെപ്റ്റൻസ്, ഫൈൻഡ് സ്ട്രെങ്ത് ഇൻ യുണീക് വ്യൂസ് ആൻഡ് ഗ്രോ ടുഗദർ. അതുല്യമായ കാഴ്ചകളിൽ ശക്തി കണ്ടെത്തി ഒരുമിച്ച് വളരുക എന്നാണ്. ഒരുമിച്ച് വളരാൻ പറയാണ്. ഇവിടെ പാസ്റ്റില് ഒരുമിച്ചാവില്ല വളർന്നിട്ടുണ്ടാവുക. ഒരാൾക്ക് മാത്രമാണ് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടാവുക എല്ലാ കാര്യത്തിലും. അപ്പൊ നമ്മുടെ കാഴ്ചപ്പാടുകളെ മാറ്റണം. ഇവിടെ ഒരുമിച്ച് വേണം മുന്നോട്ട് പോകാൻ. ഫ്യൂച്ചർ ഒരുപോലെ കൊണ്ടുപോകാൻ പറയുന്നു. അപ്പൊ അതിനെന്ത് വേണം? പരസ്പര സ്നേഹം വേണം, വിശ്വസ്തത വേണം. എങ്കിൽ മാത്രമേ പരസ്പരം ഒരുമിച്ച് ചേർന്ന് വളരാൻ പറ്റുള്ളൂ, ജീവിതത്തിന്റെ പൂർണ്ണതയിൽ എത്താൻ പറ്റുള്ളൂ എന്ന് പറയാണ്. അപ്പൊ നിങ്ങളെ യൂണിവേഴ്സ് കാണുന്നുണ്ട്, നിങ്ങളുടെ ആഗ്രഹം എന്തെന്നറിയുന്നുണ്ട്. നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് നിങ്ങളെ യൂണിവേഴ്സ് എത്തിക്കുകയാണ്. ട്രസ്റ്റ് ചെയ്യുക എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. ആഗ്രഹത്തിലേക്ക് കൈപിടിച്ചുയർത്താനായിട്ട് യൂണിവേഴ്സ് ഉണ്ട്. പെർഫെക്റ്റ് മൂവ്സ്, കീപ് ദി സ്പിരിറ്റ് ഓഫ് പ്ലേ ആൻഡ് ഫൺ അലൈവ് ടു ബി ക്ലോസർ. നിങ്ങൾ പരസ്പരം അടുക്കുവാനായിട്ട് വിനോദത്തിൽ അല്ലെങ്കിൽ കളികളിൽ ഏർപ്പെടുക എന്നാണ്. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, ഒരുമിച്ചുള്ള യാത്രകളെ, ഒരുമിച്ചുള്ള സമയത്തെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നു. അപ്പൊ പാസ്റ്റിൽ നിങ്ങൾ പല സന്ദർഭങ്ങളിലായിട്ട് വേദനിച്ചിട്ടുണ്ട്. നിങ്ങളും അവരും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും വേദനിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം മറക്കണമെങ്കിൽ നിങ്ങൾക്കായിട്ടുള്ള ഒരു സ്പേസ് നിങ്ങൾ കണ്ടെത്തണം. നിങ്ങളുടെ പേഴ്സൺ മാത്രമായിട്ടുള്ള നല്ല നിമിഷങ്ങൾ നിങ്ങൾ കണ്ടെത്തണം. അതിന് യാത്ര തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ മാത്രമായിട്ടുള്ള യാത്രകൾ, സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് കഴിയണം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ രണ്ടുപേരുടെയും ഫാമിലി അവിടെ ആവശ്യമില്ല. നിങ്ങൾക്ക് മാത്രമായിട്ടുള്ള ഒരു സ്പേസ് കൊടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വ്യക്തികളുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അത് മാറണമെങ്കിൽ, പൂർണ്ണമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം നിങ്ങൾക്ക് വേണമെങ്കിൽ യാത്രകൾ തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. അവിടെ നിങ്ങൾ മാത്രമായിരിക്കും, നിങ്ങളുടെ ആശയങ്ങളായിരിക്കും നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്. അവിടെ മറ്റുള്ള വ്യക്തികൾക്ക് സ്ഥാനം ഉണ്ടാവില്ല, ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവില്ല. അവിടെ നിങ്ങളുടെ ഇഷ്ടങ്ങൾ, പാസ്റ്റിൽ നിങ്ങൾ പറയാത്ത കാര്യങ്ങൾ ഉണ്ടാവാം. അതിനായിട്ടുള്ള ഒരു സ്പേസ് ആണ് നിങ്ങളോട് യൂണിവേഴ്സ് കണ്ടെത്താൻ പറയുന്നത്. അത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മൂവ് തന്നെയാണെന്ന് പറയുന്നു. സ്റ്റേ സ്ട്രോങ്, ഫൈറ്റ് ഫോർ ലവ് ബട്ട് ചൂസ് യുവർ ബാറ്റിൽസ് വൈസ്ലി. സ്നേഹത്തിന് വേണ്ടി പോരാടാൻ യൂണിവേഴ്സ് പറയുന്നുണ്ട്. പക്ഷെ യുദ്ധങ്ങളുണ്ടല്ലോ, അത് ബുദ്ധിപൂർവം ഒഴിവാക്കാൻ പറയുന്നുണ്ട്. സ്നേഹത്തിന് വേണ്ടി നമുക്ക് പോരാടാം. ആ ഒരു സ്നേഹം എനിക്ക് നൽകണം, എന്നെ നിങ്ങൾ സ്നേഹിക്കണമെന്ന് നിങ്ങൾക്ക് പറയാം. അതിനുവേണ്ടി നിങ്ങൾക്ക് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാം. പോരാട്ടം നല്ലത് തന്നെയാണ്. എന്നാൽ വലിയ വലിയ യുദ്ധങ്ങളിലേക്ക് അത് എത്തിപ്പെടരുത്. എത്തിയാൽ പിന്നെ ആ ഒരു ത്രെഡ് മുറിഞ്ഞു പോകും. പിന്നെ യോജിപ്പിക്കാൻ കുറച്ച് പാടുണ്ട്. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. വളരെയേറെ ചിന്തിച്ചുകൊണ്ട് വേണം പ്രവർത്തിക്കാൻ. നമ്മൾ പറയുന്ന വാക്കുകൾ തെറ്റായി പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ വാക്കുകൾ പറയുമ്പോൾ സൂക്ഷിച്ചു വേണം, ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകാൻ യൂണിവേഴ്സ് ഇവിടെ പറയാണ്. അത് തന്നെയല്ലേ ചെയ്യേണ്ടത്?
വാക്കുകൾ പറയുമ്പോൾ സൂക്ഷിക്കണമെന്ന് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നതായിട്ട് കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾ പറഞ്ഞിട്ടുള്ള വാക്കുകൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവാം. നെക്സ്റ്റ് കാർഡ് എവർ ആഫ്റ്റർ എന്നാണ്. ഹാവിംഗ് ദി ഫോർട്ടിറ്റ്യൂഡ് ടു ക്രിയേറ്റ് എ ലാസ്റ്റിംഗ് ലവ്. നിലനിൽക്കുന്ന ഒരു സ്നേഹം ഉണ്ടല്ലോ, അത് സൃഷ്ടിക്കാനായിട്ടില്ല ധൈര്യം ഉണ്ടായിരിക്കുക എന്നാണ്. അപ്പൊ ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് കാലാകാലത്തേക്കുള്ളതാണ്. നമ്മളുടെ മരണം വരെ നമ്മുടെ കൂടെ ഉണ്ടാവേണ്ടവരാണ്. അപ്പൊ അത് നിലനിർത്തണമെങ്കിൽ ചിലവർക്ക് ധൈര്യം ഉണ്ടായിട്ടില്ല, പാസ്റ്റിൽ എനർജിയാണ്. ധൈര്യമായിട്ട് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, മറ്റുള്ള വ്യക്തികളെ ഭയപ്പെട്ടിട്ടുണ്ടാവാം, ഗോസിപ്പിനെ ഭയപ്പെട്ടിട്ടുണ്ടാവാം. അപ്പോ ഒരു ബന്ധം നിലനിന്ന് പോകണമെങ്കിൽ ധൈര്യം തന്നെയാണ് വേണ്ടത്. ആർക്കാണെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ധൈര്യത്തോട് കൂടിയിട്ട് ആ വ്യക്തിയെ സ്വീകരിക്കുവാനും തയ്യാറാകണം. അതാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ പേഴ്സണോട് യൂണിവേഴ്സ് പറയുന്നതായിട്ട് കാണിക്കുന്നത്. ആ ഒരു തിരിച്ചറിവാണ് ഇപ്പോൾ അവരിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ ഹിഡൻ ഡിസൈർസ് എന്നാണ്. There's someone else or a fantasy that's unfulfilled. ഇവിടെ ഒരു ഫാന്റസി പൂർത്തീകരിക്കപ്പെടാതെ കിടക്കുന്നു എന്നാണ്. നിങ്ങളുടെ പേഴ്സന്റെ ആഗ്രഹത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹത്തെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരാണ്. നിങ്ങൾ തമ്മിലുള്ള ഒരുമിച്ചുള്ള ജീവിതം പൂർത്തീകരിക്കപ്പെടാതെ കിടക്കുകയാണ്. അത് യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. എന്തൊക്കെ കാരണം കൊണ്ടാണ് പൂർത്തീകരിക്കപ്പെടാതെ കിടക്കുന്നത്, അതിനൊരു മാറ്റമാണ് വേണ്ടത്. അത് എന്തൊക്കെയാ ചെയ്യേണ്ടത്? സൗമ്യമായിട്ട് ജീവിതകാലം മുഴുവൻ ആ പേഴ്സൺ വേണമെന്ന് ചിന്ത വേണം. നമ്മൾ പറയുന്ന വാക്കുകൾ ശ്രദ്ധാപൂർവം വേണം. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് മറികടക്കാനായിട്ട് നിങ്ങൾ മാത്രമായിട്ടുള്ള ഒരു സ്പേസ് നിങ്ങൾ തന്നെ കണ്ടെത്തണം. അങ്ങനെയെങ്കിലാണ് ലൈഫ് എൻഡ് വരെ ആ വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടാവുള്ളൂ. അതിനായിട്ടുള്ള സാഹചര്യം യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരുക്കുന്നുണ്ട്. പല സന്ദർഭങ്ങളിലായിട്ട് ചിലപ്പോൾ വീണു പോയിട്ടുണ്ടാവാം, ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ പ്രപഞ്ചം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാർഡ് പറയുന്നത്. ഹേർട്ട് സ്ട്രിങ്സ് സ്ട്രൈക്ക് എ കോർഡ് ടുഗദർ വിത്ത് ജെന്റിൽ ഹാർമണി. ഒരുമിച്ചാണ് ഇവിടെ താളം സൃഷ്ടിക്കാൻ പറയുന്നത്. ഒരു ഹാർമണിയിലേക്ക് എത്തണമെങ്കിൽ രണ്ടുപേരും ഒരുപോലെ ചിന്തിക്കണമെന്ന് പറയുന്നു. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ തെറ്റ് ചെയ്തവരാണ് ഇല്ല എന്നല്ല പറയുന്നേ. നമുക്ക് അവർ ജീവിതത്തിലേക്ക് വേണമെങ്കിൽ കുറെ കാര്യങ്ങൾ സമയമായി സംസാരിച്ചുകൊണ്ട് താളത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകാൻ യൂണിവേഴ്സ് പറയാണ്. മ്യൂസിക്കിനെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം, അതായിരിക്കാം ഇവിടെ ഒരു ഇൻസ്ട്രുമെന്റിനെ കാണിച്ചിട്ടുണ്ടാവുക. ദ ഫ്യൂച്ചർ ഫൈൻഡിങ് എ ലോങ് ടേം ഹാർമോണിയസ് റിലേഷൻഷിപ്പ്. ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ഒരുമിച്ചുള്ള ജീവിതത്തെയാണ്. ദീർഘകാലം യോജിപ്പുള്ള ബന്ധം നിങ്ങളിലേക്ക് ഉണ്ടാകാൻ പോവുകയാണ്. ആ ഒരു കണ്ടെത്തൽ തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. ഇവിടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു എന്നാണ് പറയുന്നത്. കമ്മിങ് സൂൺ എന്നാണ്, കമ്മിറ്റ്മെന്റിനെയാണ് കാണിക്കുന്നത്. നിങ്ങൾ യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്താൽ മാത്രമേ ഇങ്ങനെ നിങ്ങളിലേക്ക് ഹാർമണി പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ, നിങ്ങളുടെ ആഗ്രഹം നേടാൻ പറ്റുള്ളൂ. യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുന്നവർക്ക് ഫ്യൂച്ചർ കാണിക്കുന്നത് എന്താണ്? ദീർഘകാലം യോജിപ്പുള്ള ജീവിതം. ഈ ഒരു മാസം എന്ന് പറയുന്നത് ഒത്തിരി പേർക്ക് അനുഗ്രഹത്തിന്റെ മാസമായിട്ട് കാണിക്കുന്നുണ്ട്. ഫുൾ മൂൺ കറക്റ്റ് ആയിട്ട് ചെയ്തവർക്ക്, യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്തവർക്ക് ഇങ്ങനെയാണ് യൂണിവേഴ്സ് കാർഡ്സ് കാണിച്ചു തരുന്നത്. നിങ്ങളുടെ ബന്ധത്തിൽ ഒരു മാറ്റം സംഭവിക്കുകയാണ്, മാജിക് സംഭവിക്കുകയാണ്. ഒത്തിരി പേർക്ക് മാറ്റം സംഭവിക്കുന്ന മാസമാണ് ഈ ഒരു മാസമായിട്ട് കരുതുന്നത്. King of Wands, Queen of Swords reverse ആണ്, Ten of Swords, Temperance, Hermit, Five of Wands. ഒരു കാർഡും കൂടി എടുക്കാം, Three of Wands. കിങ് ഓഫ് വാൻസ് പറയുന്നത് നിങ്ങളുടെ പേഴ്സന്റെ ഉറച്ച തീരുമാനത്തെയാണ്, നിലപാടിനെയാണ്, ഡിസിഷൻ മേക്കിങ്ങിനെയാണ് കാർഡ് മീൻ ചെയ്യുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഉറച്ച തീരുമാനത്തോടുകൂടി നിലപാടോടുകൂടി നിങ്ങളിലേക്ക് വരുന്നു എന്നാണ്. ഒറക്കിൾ ടെക്കിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ് ടാരോ കാർഡിലും യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. ഉറച്ച തീരുമാനം എടുത്തുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. സക്സസ്
ഫയർ എന്നാണ് കാർഡ് മീൻ ചെയ്യുന്നത്. ഇവിടെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് കാണിക്കുന്നത്. ബ്രൈറ്റ് ലൈറ്റ് നിങ്ങളാണെന്ന് തിരിച്ചറിയുന്ന നിമിഷത്തെയാണ് കാണിക്കുന്നത്. ക്യൂർ ഓഫ് സോർട്സിന്റെ എനർജി നിങ്ങളുടെ എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ റിവേഴ്സ് ആയിട്ടാണ് കാർഡ് വന്നിട്ടുള്ളത്. ഈ ഒരു ബന്ധത്തില് കോൾഡ് കമ്മ്യൂണിക്കേഷനെ കാണിക്കുന്നു. നിങ്ങളും അവരും തമ്മിലുള്ള ഗ്യാപ്പിനെ കാണിക്കുന്നു. വൈസ്ലി തിങ്കിങ് എന്നാണ് പറയുന്നത്. നിങ്ങൾ ലോജിക്കായിട്ട് തിങ്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഇമോഷൻസ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ അവരിൽ നിന്നും പൂർണ്ണമായിട്ടുള്ള സ്നേഹമാണ് ആഗ്രഹിക്കുന്നത് എന്നാണ്. നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ചെയ്തു പോയ സമയത്ത് നിങ്ങൾ ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. ബിറ്റർനെസ്സിനെയാണ് പറയുന്നത്. പക്ഷേ അവരുടെ തെറ്റുകൾ ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണ്. എങ്ങനെയെങ്കിൽ പൂർണ്ണമായിട്ടും തെറ്റുകൾ തിരുത്തിക്കൊണ്ട് എന്നെ മനസ്സിലാക്കിക്കൊണ്ട് അവർ വരികയാണെങ്കിൽ, അല്ലേ? ഇവിടെ അവരെന്ന വ്യക്തിയിലെ സ്വാർത്ഥതയെ കാണിക്കുന്നു. അവരുടെ സ്നേഹം ആത്മാർത്ഥമായിട്ടുള്ളതാണെങ്കിൽ അവർ തിരിച്ചു വരട്ടെ. പ്രതീക്ഷയോട് കൂടി ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ അനുഭവിച്ച വേദനകളെ ഞാൻ മറക്കാൻ തയ്യാറാണ്. പൂർണ്ണമായിട്ടും എന്നെ സ്നേഹിച്ചുകൊണ്ട് എന്നെ മനസ്സിലാക്കിക്കൊണ്ട് വരികയാണെങ്കിൽ മാത്രം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നതായിട്ടൂടെ കാണിക്കുന്നു. ഇവിടെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു ബന്ധത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് എന്നെ വേണ്ട എന്ന് വെച്ച് എന്നെ വേദനിപ്പിച്ചുകൊണ്ട് അവർ പോയിട്ടുള്ളത്? ഇതാണ് നിങ്ങളുടെ മനസ്സിലൂടെ പോകുന്ന കാര്യമായിട്ട് കാണിക്കുന്നത്. 10 ഓഫ് സോർട്സിന്റെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എനർജി ആയിട്ടാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. പെയിൻഫുൾ എൻഡിങ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളൊരു ക്രൈസിസ് ഉണ്ടായിരുന്നു. വേദനാജനകമായ കാര്യങ്ങൾ നിങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പല സന്ദർഭങ്ങളിലായിട്ട് നിങ്ങളുടെ പേഴ്സണെ കാണുവാനായിട്ടുള്ള അവസരം നഷ്ടപ്പെട്ടിട്ടുണ്ട്. എങ്കിലും നിങ്ങൾ പ്രതീക്ഷയോട് കൂടി വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഹോപ്പ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ആരെയാണ് വിശ്വസിക്കുന്നത്? യൂണിവേഴ്സിൽ വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ വേദനകൾ എൻഡാകുന്നു. നിങ്ങൾ ആഗ്രഹിച്ച നേട്ടങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എന്നാണ്. ഇവിടെ എവറിഡേ ഹീലിംഗ് ആവശ്യമാണ്. ദിവസവും നിങ്ങൾ ഹീലാവണം. ആരോടും നമുക്ക് ദേഷ്യവും വൈരാഗ്യവും പാടില്ല. നമുക്ക് ചുറ്റുമുള്ളവരെല്ലാവരും പോസിറ്റീവ് എനർജി അല്ല, നെഗറ്റീവ് എനർജീസ് ആണ്. അപ്പൊ നിങ്ങൾ എന്നും ഹീലാവണമെന്ന് യൂണിവേഴ്സ് പറയുന്നു. എങ്കിൽ മാത്രമേ നമ്മളിലേക്ക് ഒരു പോസിറ്റീവ് എനർജി വരികയുള്ളൂ. നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാനായിട്ട് തയ്യാറാകണം. തെറ്റ് സംഭവിക്കാത്തതായിട്ട് ആരുമില്ല. ഇവൻ നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിൽ പോലും അവർ തെറ്റ് ചെയ്തിട്ടുണ്ട്. ഹീലിംഗ് നിർബന്ധമായിട്ടും ചെയ്യണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നമ്മളല്ല അങ്ങനെയുള്ള വ്യക്തികൾക്ക് ശിക്ഷ കൊടുക്കുന്നത്, യൂണിവേഴ്സ് ആണ്. നമ്മൾ ഹീലാകുമ്പോൾ മാത്രമേ നമുക്ക് ചുറ്റും നെഗറ്റീവ് എനർജി ചെയ്തിട്ടുള്ളവര് അവർക്ക് യൂണിവേഴ്സിന്റെ സൈഡിൽ നിന്നും ശിക്ഷ കൊടുക്കുള്ളൂ. നമുക്കതിനുള്ള പവറൊന്നും ദൈവം തന്നിട്ടില്ല. ആർക്കും ശിക്ഷിക്കാൻ, ആരെയും ശിക്ഷിക്കാനുള്ള പവർ തന്നിട്ടില്ല. ഓക്കെ, ഇവര് ടെമ്പറൻസ് ആണ്. നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ്. നിങ്ങളിന്ന് മൂവ് ഓൺ ചെയ്തു പോയൊരു നിമിഷം മുതൽ അവർ തിരിച്ചറിയുന്ന ഒരു യാഥാർത്ഥ്യത്തെയാണ് കാണിക്കുന്നത്. ഞാൻ ജീവിതത്തിന്റെ മധ്യപാതയിലാണോ, മിഡിൽ പാത്തിലാണോ, ഞാൻ എവിടെ എത്തിയിട്ടില്ല. എന്തിനൊക്കെ വേണ്ടിയിട്ടാണോ ഞാൻ എന്റെ പേഴ്സണെ ഉപേക്ഷിച്ചുകൊണ്ട് വേദനിപ്പിച്ചുകൊണ്ട് മൂവ് ഓൺ ചെയ്തു പോയിട്ടുള്ളത്? അവിടെയൊക്കെ എനിക്ക് അത്രയേറെ തടസ്സങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. എനിക്ക് എവിടെ എത്താനായിട്ട് സാധിച്ചിട്ടില്ല. അവരെ മറക്കാനും സാധിക്കുന്നില്ല. എന്റെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാനും പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ജീവിതത്തിന്റെ മധ്യപാതയിലാണെന്ന് അവർ തിരിച്ചറിയുന്നു. എനർജിയൊക്കെ അവരെടുക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളിലെത്തിയാൽ മാത്രമേ അവർക്ക് പൂർണ്ണതയിൽ എത്താൻ സാധിക്കുകയുള്ളൂ എന്നവർ തിരിച്ചറിയുന്ന നിമിഷത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. ഹെർമിറ്റ് നിങ്ങളുടെ എനർജിയാണ്. ബിസി ലൈഫിൽ നിന്നും, തിരക്കു പിടിച്ച ജീവിതത്തിൽ നിന്നും നിങ്ങൾ തനിച്ചിരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇന്ന് സ്പിരിച്വൽ ആയിട്ടുള്ള എനർജിയിലൂടെ നിങ്ങൾ പോകുന്നു. ആ ടീച്ചിങ്ങിലൂടെ നിങ്ങൾ പോകുന്നു. പ്രപഞ്ചം നിങ്ങളോട് പറയുന്ന കാര്യം നിങ്ങൾ യൂണിവേഴ്സിന്റെ ഭാഗമാണ് എന്നാണ്. മെഡിറ്റേഷൻ ചെയ്യുക. മനസ്സിനെ കൺട്രോളിലേക്ക് കൊണ്ടുവരാനായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക. എന്താണോ നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ അത് യൂണിവേഴ്സിൽ സമർപ്പിക്കുക. നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുള്ള കാര്യത്തെ യൂണിവേഴ്സ് കാണിച്ചു തരാണ്. ഫുൾ മൂൺ അഫർമേഷൻ ചെയ്തവർക്ക് ഈ കാർഡ് വാലിഡ് ആണ്. കാരണം നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുള്ള കാര്യമാണ് നിങ്ങളിലേക്ക് സാധ്യമാകുന്നത്. അത് തന്നെയാണ് ഹെർമിറ്റിന്റെ എനർജി ആയിട്ട് കാണിക്കുന്നത്. നിങ്ങളുടെ ആഗ്രഹം സാധ്യമാകാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ നിങ്ങൾ അത്രമേൽ ആഗ്രഹത്തോടു കൂടിയാണ് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണിക്കുന്നത്. അഫർമേഷൻസ് മുടങ്ങാതെ ചെയ്യുന്നവർക്ക് ഇവിടെ പോസിറ്റീവ് എനർജി തന്നെയാണ് കാണിക്കുന്നത്. ഇന്നർ റിഫ്ലക്ഷനെയാണ് കാണിക്കുന്നത്. ഇവിടെ തടസ്സങ്ങൾ നിങ്ങളിൽ നിന്ന് മാറിക്കൊണ്ട് പൂർണ്ണമായിട്ടും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുവാനായിട്ട് പ്രപഞ്ചം തന്നെ അനുഗ്രഹിക്കുന്നു എന്നുള്ളൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത്.
5 ഓഫ് വാൺസ് നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ്. അവർ പരിശ്രമിക്കുന്നുവെന്നാണ്. പല സന്ദർഭങ്ങളിലായിട്ട് നിങ്ങളും അവരും കാണുവാനായിട്ടുള്ള അവസരം അവർ തന്നെയാണ് നഷ്ടപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ വീണു പോയിട്ടുണ്ട്. മറ്റുള്ള വ്യക്തികൾ അവരെ സഹായിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളെ കാണുവാനായിട്ടുള്ള ആ ഒരു സാധ്യതയ്ക്ക് വേണ്ടിയിട്ട്. എന്നാൽ ചില വ്യക്തികൾ ഇതിന് നെഗറ്റീവായിട്ട് പ്രവർത്തിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അപ്പോ മറ്റുള്ള നെഗറ്റീവ് എനർജീസിന്റെ വ്യക്തികളുടെ ആ ഒരു ഇടപെടൽ തന്നെയാണ് നിങ്ങളും അവരും ഈ ഒരു സെപ്പറേഷന് കാരണം. പരിശ്രമിക്കുന്നുണ്ട് അവര്, വീണു പോയിട്ടുണ്ട് അവര്, വീണ്ടും നിങ്ങളെ കാണുവാനായിട്ട് അവസരം തേടുന്ന യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. ഓപ്പർച്യൂണിറ്റി തന്നെയാണ് കാണിക്കുന്നത്. അവർ നിങ്ങളെ കാണുവാനായിട്ട് അത്രമേൽ ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു, പരിശ്രമിക്കുന്നതായിട്ട് കാണിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന അത്രമേൽ ആഗ്രഹത്തോടു കൂടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്, നിങ്ങളെ കാണുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എങ്ങനെയാണോ നിങ്ങളും അവരും തമ്മിൽ കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ ഒരു സാധ്യതയിലേക്ക് യൂണിവേഴ്സ് ഇവിടെ എത്തിക്കുകയാണ്. വെയിറ്റിംഗ് എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. നിങ്ങളുമായിട്ട് പങ്കിട്ടിട്ടുള്ള ഓൾഡ് സ്റ്റോറിയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. നിങ്ങളും അവരും സന്തോഷിച്ചിരുന്ന നിമിഷങ്ങളെ കാണിച്ചു തരുന്നു. അവിടെ നോക്കൂ, ഒരു ക്യാമറ കാണിക്കുന്നുണ്ട്, നിങ്ങൾക്കായിട്ട് ഒരു കോഫി ഇരിക്കുന്നുണ്ട്, അവർ നിങ്ങൾക്കായിട്ട് ദൂരേക്ക് നോക്കിയിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത്രയേറെ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് അവർ വെയിറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യാം. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന, നിങ്ങളുമായിട്ടുള്ള നല്ല നിമിഷങ്ങളെ ഓർത്തെടുക്കുന്ന നിങ്ങളുടെ പേഴ്സണെ ഇവിടെ കാണിച്ചു തരികയാണ്. തെറ്റുകൾ സംഭവിക്കാത്ത മനുഷ്യരില്ല, വ്യക്തികളില്ല. തെറ്റുകൾ തിരുത്തിക്കൊണ്ട് പൂർണ്ണമായിട്ടും നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് അവർ വരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. ഈ റീഡിംഗ് ഞാൻ നിർത്തുകയാണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് എന്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ. നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള റീഡിംഗ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.